ഞാൻ ശവം. അത് നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ശിവം. ചിലരെന്നെ വാളയാർ പരമശിവൻ എന്ന് വിളിക്കും. സാറേ ഒന്ന് പൊക്കിക്കേ. പൊക്കാൻ വരട്ടെ? അല്ല സാറേ ഒന്ന് പൊക്കിക്കേ. എടോ, അങ്ങനെ പൊക്കണ്ട എന്നാണ് അർത്ഥം. അല്ല ഇതൊക്കെ പറയാൻ ഇതാരാണ്? ഞാൻ ബാലു ദാമോദർ. ഓ, എന്റെ അനിയനോ? ഏട്ടൻ ഇവിടെ? എടാ ഞാൻ അപ്പം ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. നിനക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നാരോ ഞാൻ ഗൾഫിൽ നിന്ന്? സ്പ്രേ വേണ്ട, വാച്ച് അതും വേണ്ട, സ്കോച്ച് അത് വേണം ഏട്ടാ, അത് വേണം. ഓളെന്ന് ഇപ്പം തരാൻ നിൽക്ക് ഞാൻ. സ്കോച്ച് അതൊക്കെ ഇടും ഏട്ടാ. ഏട്ടനല്ലേ പരമശിവം? അത് പറ. അതെ, ഞാനാണ് പരമശിവം. വെറും പരമശിവല്ല, വാളയാർ പരമശിവം. ഏട്ടാ അമ്മേനെ ഓർത്തോ? അമ്മ ഏട്ടൻ വരുന്നതും കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. അവരുടെ കാത്തികളൊക്കെ അനിയൻ എസ് ഐ ആണെന്ന ഇതില് ഇനി പരമശിവം ഒറ്റ ലോഡ് സ്പിരിറ്റ് പോലും ഈ ചെക്ക് പോസ്റ്റിലൊക്കെ കടത്തില്ല. വെല്ലുവിളികളാകാം, പക്ഷെ അത് നിന്നെക്കാളും 4-5 കൂടുതൽ ഉണ്ടാവരുത്. ഇനി നിന്നോടാണെങ്കിലും ഇന്ന് രാത്രി 10-നും 10:30-ക്കുമുള്ള ഇടയിൽ എൻ്റെ ലോഡ് സ്പിരിറ്റ് ഈ ചെക്ക് പോസ്റ്റ് കടന്നിരിക്കും. നിനക്ക് തടയാൻ പറ്റില്ല, തടയണം. ബാലു ദാമോദർ സാറേ. ഏട്ടാ അതൊരു 6:30 ആക്കാൻ പറ്റുമോ? എന്താടാ? ഇല്ല ഏട്ടാ, അമ്മ 6:30 വീട്ടിൽ കയറാൻ പറയുന്നു. അത് പറ്റൂല. ഞങ്ങളെ ഡ്രൈവർക്ക് പിറ്റേ ദിവസം സ്കൂളിലോട്ടുണ്ട്. അപ്പൊ അയാൾക്ക് ഇത് ലോഡ് അവിടെ എത്തിച്ചിട്ട് പോകാനുള്ളതാ. അപ്പൊ പറ്റൂല, അത് പറ്റൂല. കാണാം ബാലു ദാമോദർ സാറേ. എന്നാ കാണാം ഏട്ടാ. 6 hours later. ഏട്ടൻ്റെ ഒരു ഫയർഫോഴ്സ് ഇഞ്ചിൻ പോലും ഈ ചെക്ക് പോസ്റ്റ് കടന്ന് പോയിട്ടില്ല ഏട്ടാ. ഫയർഫോഴ്സോ? എൻ്റെ ലോഡൊക്കെ എപ്പോഴേയാ ഞങ്ങൾ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു സാറേ. പിന്നെ ഏത് ഫയർഫോഴ്സ്? വെള്ളം വണ്ടിയിൽ അവിടെ എത്തിക്കഴിഞ്ഞു സാറേ. എനിക്ക് ഏട്ടാ, ഞാൻ ഏട്ടാ ഫയർഫോഴ്സ് എഞ്ചിനിലാണ് കൊണ്ടുവരിക വിചാരിച്ച് ഫയർഫോഴ്സ് എഞ്ചിൻ ഒറ്റൊന്നും കടത്തിയിട്ടില്ല. അതിനായിട്ട് ആ 3 സ്ഥലത്തേക്ക് ഞാൻ വെള്ളം വണ്ടിയെ കടത്തി വിട്ട്. പുന്നാരനിയൻ നാളെ മുതൽ ഏട്ടൻ്റെ കൂടെ പണിക്ക് വരാൻ തുടങ്ങിയപ്പോ. അതെന്താ? കാരണം നീ അയച്ച ആ സ്ഥലം, ആ സ്പിരിറ്റ് ലോറികളും ആ സ്ഥലവും ഇപ്പം നിന്ന് കത്തുന്നുണ്ടാവും കേട്ടോ പണിയാ. ചേട്ടൻ